ഇന്ന് ഉച്ചക്കത്തേക്ക് കറിക്കായി കിട്ടിയത് ചെമ്മീനാട്ടോ. ഇത് വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും ഒരു നേരമാവും. അപ്പോഴത്തേക്കും ഞാൻ ആദ്യം രാവിലത്തെ ഫുഡ് കഴിക്കുക കേട്ടോ. വെള്ളയപ്പവും പരിപ്പായിരുന്നു. അത് വയറ് നിറച്ച് കുത്തിക്കയറ്റിയിട്ട് വേണം പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. അത് ക്ലീൻ ചെയ്ത് വേഗം അതിന് ഉപ്പും കാഴമൊക്കെ തേച്ചിട്ട് പിന്നെ അത് പൊരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒട്ടും സമയം വൈകിക്കണ്ട, ഉച്ചക്കത്തേക്ക് വേഗം ചോറ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു, അത് വേഗം ആവിയേറ്റാൻ വേണ്ടി വെച്ചിട്ട് ചെമ്മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ചെമ്മീൻ വറക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. എനിക്കിവിടെ കൂടുതലും ചെമ്മീൻ വറുത്തത് കഴിക്കാനാട്ടോ ഇഷ്ടം. എനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും ചെമ്മീൻ വറുത്തത് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതവിടെ വറക്കാൻ ഇട്ടിട്ട് ഞാൻ നേരെ മുറ്റടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായി മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് അതൊക്കെ വേഗം അടിച്ചു വാരി ശേഷം ഞാൻ കൈയും കഴുകി വേഗം കയറുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിനൂസ് ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഒരു ആപ്പിളും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അത് കട്ട് ചെയ്ത് കൊടുക്കാനാണ് അവൾ എൻ്റെ അടുത്ത് ഈ പറയുന്നത്. അവൾക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം എനിക്ക് ആ ചെമ്മീനൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അങ്ങനെ അവൾക്ക് അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവൾ നേരെ പോയി ടീപ്പോയിലിരുന്നത് കഴിച്ചോളൂ കേട്ടോ. കുറച്ച് നേരം കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ അതിരുന്ന് കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ പണികളൊക്കെ കഴിയുകയും ചെയ്യും. അങ്ങനെ ചെമ്മീൻ ഏകദേശം ഒഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കഷ്ണം ആപ്പിൾ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തുടച്ചും കൂടെ കയറി കഴിഞ്ഞാൽ എൻ്റെ പണി പൂർണ്ണമായിട്ട് കഴിയോട്ടോ. അങ്ങനെ അതൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് തുണികൾ അലക്കിയത് വിരിക്കാനുണ്ടായിരുന്നു. അത് വേഗം ചെന്ന് മുറ്റത്തോട്ട് വിരിച്ചിടാം കേട്ടോ. കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വിരിച്ചിടുന്നത്. കാരണം തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു അള്ളിപിളിഞ്ഞ് ഒരു കോലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അലക്കിയ ഡ്രസ്സുകൾ ഇനി മേത്ത് മുട്ടിച്ചിട്ട് അതിനും ആ ഒരു സ്മെല്ല് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ കുളിച്ച് കയറിയിട്ടാട്ടോ അലക്കിയതൊക്കെ വിരിക്കുന്നത്. അങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു. കാലിൽ ചെരുപ്പും കൂടെ ഉണ്ടായപ്പോൾ നല്ലോണം കാല് വെന്തുരുകിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് വിരിച്ചിടാട്ടോ. ബെഡ്ഷീറ്റുകളും പിന്നെ ഐനൂസിൻ്റെ എൻ്റെ ഡ്രസ്സുകളായിരുന്നു കേട്ടോ കൂടുതലുണ്ടായത്. അങ്ങനെ അതൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുറച്ച് നേരം ടി വി കാണാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ടി വിയിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ പണ്ടത്തെ ഡോറയാണ് കേട്ടോ കളിക്കുന്നത്. ഈ ഡോറേൻ്റെയൊക്കെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഡോറ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ടൊരു ഓട്ടം ഉണ്ട് കേട്ടോ. ആ ഓട്ടത്തിൽ ആർക്കാണോ റിമോട്ട് കിട്ടുന്നത് ആ ആൾ മുഴുവനും അന്നത്തെ ദിവസം മുഴുവനും ചാനൽ മാറ്റാനുള്ളൊരു അധികാരമായിരുന്നു കേട്ടോ അന്നൊക്കെ. അതൊക്കെ ഒരു കാലം. ഡോറയും മഴക്കണ്ണനും എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ചോറിന് നല്ല വെണ്ടക്ക തോരനും പപ്പടവും പരിപ്പും ചെമ്മീൻ ഒളുത്തിയതും പിന്നെ ഇടിമുളക് അച്ചാറായിരുന്നു കേട്ടോ. വെണ്ടക്ക നമുക്ക് ഞങ്ങളെ എൻ്റെ കെട്ടിയോൻ്റെ കൂട്ടുകാരൻ്റെ വീട് അപ്പുറത്തുണ്ട് കേട്ടോ. അവിടുത്തെ ഉമ്മ തന്നെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഞാനും അതിനൂസ് നല്ല വൃത്തിക്ക് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടാനും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ടാറ്റ ബൈ, സീ യു.